പടച്ച റബ്ബ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് സ്വർഗം സ്പർശിക്കാൻ വേണ്ടി ഇറക്കി തന്ന ഒരു മഹാത്ഭുതം ഹജറുൽ അസ്വദ്. എല്ലാ പ്രവാചകന്മാരും ഹജ്ജ് ചെയ്തു. ആ പ്രവാചകന്മാരെല്ലാവരും ഹജറുൽ അസ്വദ് സ്പർശിച്ചു, പൊട്ടിക്കരഞ്ഞു ചുംബനമർപ്പിച്ചു. ആ പ്രവാചകന്മാരാകുന്ന ദീർഘമായ ശൃംഖല അവരെല്ലാവരും തൊട്ടടുത്ത് തൊടാൻ പടച്ച റബ്ബ് ഈ ഉമ്മത്തിന് ഭാഗ്യം നൽകുന്നു ഹജറുൽ അസ്വദ് വഴി. ആലോചിക്കൂ, നിസ്സാരരാകുന്ന ഈ കണ്ണി ആദം നബിയോട് ചേർന്നൊട്ടി നിൽക്കുകയാണ് ഹജറുൽ അസ്വദ് വഴി. വളരെ നിസ്സാരരും ദുർബലരുമാകുന്ന നമ്മൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷറഫാക്കപ്പെട്ട അധരം സ്പർശിച്ചെടുത്ത് നമ്മളും സ്പർശിക്കാൻ അവസരം കിട്ടുകയാണ്. ഈ സമയത്ത് പടച്ച റബ്ബിനോട് നീ ഒരു കരാർ ചെയ്തായിരുന്നോ? പടച്ചോനെ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തിന്മയും സംഭവിക്കില്ല, ഒരു തെറ്റും സംഭവിക്കില്ല. എന്തുകൊണ്ട്? ഹജറുൽ അസ്വദ് പാപങ്ങളെ ഏറ്റുവാങ്ങി കറുത്തുപോയെന്ന്, അത് ശക്തമായ വെളുപ്പുള്ള കല്ലായിരുന്നുവെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബ് നമ്മുടെ പാപം പരിഹരിക്കാൻ ഇങ്ങനെ ഒരു ചടങ്ങ് വെക്കുന്നു. ഹജറുൽ അസ്വദാണോ പാപം പരിഹരിക്കുന്നത്? നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, വിമർശനത്തിലേക്ക് പോകും. ഞാനിന്ന് അതിൽ നിന്ന് സമ്പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. പറയേണ്ടി വന്നാൽ അപ്പോൾ നോക്കാം നമുക്ക്. അസമയത്ത് റബ്ബിനോട് കരാറെടുക്കണം. പടച്ച റബ്ബെ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യൂല, ഞാൻ പൂർണ്ണമായി പുതുക്കം പ്രാപിക്കാൻ പോവാണ്. ഇനി എൻ്റെ ജീവിതം ഇതുവരെയുള്ളതല്ല. ഹജ്ജ് സ്വീകരിച്ചോ ഇല്ലേ എന്നതിൻ്റെ അടയാളമായി പണ്ഡിതന്മാർ അത് പഠിപ്പിക്കുന്നുണ്ട്. ഹജ്ജിന്റെ പൂർവമായ ജീവിതം ഹജ്ജിന് ശേഷമുള്ള ജീവിതവും തമ്മിൽ ആത്മീകമായി നല്ല അന്തരം കാണുന്നുവെങ്കിൽ ആ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. അബൂബക്കർ ശിബ്ലി ചോദിച്ചു, നീ ഹജറുൽ അസ്വദ് മുത്തിയപ്പോ പടച്ച റബ്ബിനോട് അങ്ങനെ ഒരു കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു? റബ്ബെ, ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല. ആദം നബി മുതൽ പുണ്യപ്പൂമാൻ ഹബീബുന മുഹമ്മദുർ റസൂൽ വരെ തൊട്ടുമുത്തിയ, സ്നേഹം പ്രകടിപ്പിച്ച, ചരിത്രത്തിൻ്റെ അങ്ങേ തല മുതൽ ഇതുവരെയും നീണ്ടു നിൽക്കുന്ന ലോകത്തിൻ്റെ എല്ലാ പുരോഗതിയും എല്ലാ അധോഗതിയും ലോകത്തിൻ്റെ ഉത്ഥാന പതനങ്ങളെല്ലാം കണ്ട ഈ ഒരു വിശുദ്ധമായ ശിലയ്ക്ക് മുമ്പിൽ വെച്ച് അത് തൊട്ട് അത് ചുംബിച്ച് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു, ഇനി ഞാൻ ഒരു തെറ്റും ബോധപൂർവം ചെയ്യില്ല. ഇങ്ങനെ നീ ചെയ്തായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. മഹാൻ പറഞ്ഞു, എന്നാ നീ ഹജറുൽ അസ്വദ് തൊട്ട് മുത്തിയിട്ടുമില്ല. വഹൽ നവൈത ഹീന സഅയ്ത ബൈന സഫാ വൽ മർവ. സഫാ മർവ ചരിത്രത്തെ ത്രസിപ്പിച്ചു നിൽക്കുന്ന രണ്ട് കുന്നുകൾ. മദിയാം ഹാജർ